വോട്ടുകളുടെ ആരോപണത്തിലും ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലും പാർലമെന്റിനകത്തും പുറത്തു നിന്ന് പ്രതിഷേധമുണ്ട്. അവിടെ പാർലമെന്റ് പുറത്ത് ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. അവർ വോട്ട് അവർ റൈറ്റ് അവർ ഫൈറ്റ് എന്ന ബാനർ ഉയർത്തിക്കൊണ്ടാണ് അവിടെ പ്രതിഷേധം. ഇന്നലെ നമ്മൾ കണ്ടതാണ്. അവിടെ ഇലക്ഷൻ കമ്മീഷൻ അവിടുത്തെ പാർലമെന്റിന്റെ മഗർദ്വാറിൽ നിന്നും ഇലക്ഷൻ കമ്മീഷന്റെ ആസ്ഥാനത്തേക്ക് 300 എംപിമാരിലധികം അടുത്ത കാലത്തൊക്കെ രാജ്യം കണ്ടിട്ടില്ലാത്ത വിധമുള്ള വലിയ പ്രതിപക്ഷ ഐക്യവും പ്രതിപക്ഷ പ്രതിഷേധവും കണ്ടതാണ്. അതിന് തുടർച്ച പാർലമെന്റ് പുറത്തുനിന്ന് കാണുകയാണ്. പാർലമെന്റ് പുറത്തും ഈ സമാനമായ രീതിയിൽ രണ്ട് കാര്യങ്ങളും പറയുന്നു. ബീഹാറിലെ ഈ പറഞ്ഞ SIR പരിഷ്കരണം, അതിൽ കൂട്ടത്തോടെ ആൾക്കാരെ വെട്ടിമാറ്റൽ, അത് അനീതിയാണ്, അക്രമമാണ്. അത് ഈ പറയുന്ന രീതിയിൽ ഭരണകൂടത്തിന് വോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ BJPക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമില്ല ആൾക്കാരെ കൂട്ടത്തോട് ഒഴിവാക്കുന്നു എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. അതിൻ്റെ കൂടെ നേരത്തെ രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരൊറ്റ മണ്ഡലത്തിൽ മാത്രം 1 ലക്ഷത്തിലധികം കള്ളവോട്ട് എന്ന ആരോപണത്തിന് മറുപടി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം പാർലമെന്റ് പുറത്തു നിന്നും തുടരുകയാണ്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചെയ്യുന്നുണ്ട്. ബൽറാം, വീണ്ടും SIRൽ പ്രതിപക്ഷം ചർച്ച ആവശ്യപ്പെടുകയാണ്. അതിൽ പ്രധാനമായും ഇതാണ്, ആധാർ അടിസ്ഥാന രേഖ, നമ്മൾ ആധാറുമായി നമ്മുടെ എല്ലാ കാര്യങ്ങളും ബന്ധപ്പെടുത്താൻ സർക്കാർ എപ്പോഴും പറയാറുണ്ട്. എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ഗ്യാസ് കണക്ഷൻ അടക്കമുള്ള കാര്യങ്ങളെല്ലാം അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതിനിടയിൽ ബീഹാറിൽ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നു ആധാർ വിശ്വസിക്കാൻ കൊള്ളാത്ത രേഖയാണെന്ന് പറയുന്നു. നമ്മുടെ ഇലക്ഷൻ ID എന്ന് പറഞ്ഞാൽ അത്രത്തോളം പവിത്രം എന്ന് നമ്മൾ കരുതിയ ഇലക്ഷൻ ID, അത് വിശ്വസിക്കാൻ കൊള്ളാത്ത രേഖയാണെന്ന് ബീഹാറിൽ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നു. റേഷൻ കാർഡ് കൊള്ളാത്ത രേഖയാണെന്ന് പറയുന്നു. പിന്നെ ബാക്കി ഏതൊക്കെയോ ടഫായ രേഖകൾ കൊണ്ടുവരണമെന്നൊക്കെ പറയുന്നു. ഇത് ചർച്ച ചെയ്യണം എന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. സർക്കാർ വഴങ്ങാനിടയുണ്ടോ ബൽറാം? ഹഷ്മി, ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന ആവശ്യം പ്രതിപക്ഷം കഴിഞ്ഞ 17 ദിവസമായി ഉന്നയിക്കുകയാണ്. എന്നാൽ ഇക്കാര്യത്തിൽ വഴങ്ങാൻ സർക്കാർ തയ്യാറല്ല. അതിന് 2 സഭകളിലും സ്പീക്കർമാർ ഉന്നയിക്കുന്ന ഒരു വിഷയം എന്നുള്ളത് നിലവിൽ ഇപ്പോൾ ഇത് കോടതിയുടെ പരിഗണനയിലുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ സബ് ജുഡീസ് ആയ ഒരു വിഷയം സഭയിൽ ചർച്ച ചെയ്യാനാകില്ല എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. തുടർച്ചയായി പ്രതിപക്ഷമാകട്ടെ ഇത് ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്, രാജ്യത്തെ വോട്ടർമാരെ, ജനാധിപത്യത്തെ ബാധിക്കുന്ന വിഷയമാണ്. ബീഹാറിൽ നടപ്പാക്കിയിരിക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടി ഇത് നടപ്പാക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയം എന്ന നിലയിൽ ഇക്കാര്യം ചർച്ച ചെയ്യണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉന്നയിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധവും ഈ ഒരു വിഷയം, വോട്ടുകൊള്ള അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം വ്യത്യസ്തമായ അല്ലെങ്കിൽ സമീപകാലത്തൊന്നും കാണാത്ത ഒരു ഭരണഘടനാ സ്ഥാപനത്തിനെതിരായ തെരുവിലേക്ക് നീണ്ട ഒരു പ്രതിഷേധം ആയിരുന്നു ഇന്നലത്തേത്. അതേ വിഷയം ഉന്നയിച്ച് സഭയിൽ ഇന്നും പ്രതിഷേധം തുടരുകയാണ്. ലോക്സഭയിലാണ് ഇപ്പോൾ പ്രതിപക്ഷം ശക്തമായി പ്രതിഷേധിക്കുന്നത്. ലോക്സഭയിൽ പ്രതിപക്ഷാംഗങ്ങളുടെ ബഹളം തുടരുന്നതിനിടെ തന്നെ സഭാ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനമാണ് സ്പീക്കർ ഓം ബിർള എടുത്തിരിക്കുന്നത്. ചോദ്യോത്തരവേള പുരോഗമിക്കുന്നു. ചോദ്യോത്തരവേളയുമായി മുന്നോട്ട് പോകാൻ സ്പീക്കർ തീരുമാനിക്കുകയായിരുന്നു. അതിനിടെയും പ്രതിപക്ഷാംഗങ്ങൾ എഴുന്നേറ്റ് നിന്ന് മുദ്രാവാക്യം മുഴക്കുന്നുണ്ട്. ശക്തമായ പ്രതിഷേധം തന്നെയാണ് സഭയ്ക്കുള്ളിൽ ഇന്ന് ലോക്സഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. രാജ്യസഭയിൽ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്ന ഘട്ടത്തിൽ, ഈ നോട്ടീസുകൾ തള്ളുന്ന ഘട്ടത്തിൽ രാജ്യസഭയിലും പ്രതിഷേധിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. എന്തായാലും സഭയ്ക്ക് പുറത്തേക്ക് ഈ പ്രതിഷേധം വ്യാപിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇന്നലത്തോടുകൂടി ഈ വിഷയം ഉന്നയിച്ച് സംസ്ഥാനങ്ങളിലേക്ക് പ്രതിഷേധം വ്യാപിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ഉള്ളത്. ഇന്ന് സഭാ നടപടികൾ ഏത് തരത്തിൽ മുന്നോട്ട് പോകും എന്നുള്ളത് ഏറെ കൗതുകകരവുമാണ്. പ്രതിപക്ഷത്തിന്റെ ശക്തമായ ബഹളത്തെയും പ്രതിഷേധത്തെയും അവഗണിച്ച് നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ സ്പീക്കർ ഉള്ളത്. ഓക്കെ, ബൽറാം നെടുങ്ങാടിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അടുത്ത കാലത്ത് പ്രതിഷേധം ഉണ്ടായിട്ടില്ല എന്നുള്ളതല്ല, ബട്ട് ജയം ലിംഗയുടെ കാലത്ത് ചില വർഗീയ പരാമർശങ്ങൾ അദ്ദേഹത്തിനെതിരെ BJP നടത്തി എന്നത് ഒഴിച്ചു നിർത്തിയാൽ, ഇന്ത്യൻ TN ശേഷനെതിരെ ചില വിമർശനം ഉണ്ടായി എന്നത് മാറ്റി നിർത്തിയാൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ തെരുവിലേക്ക് ഒരു ഇലക്ഷൻ കമ്മീഷനെതിരെ ഇലക്ഷൻ കമ്മീഷൻ ചോർഹെ എന്ന മുദ്രാവാക്യം ഉയർത്തി പ്രതിഷേധം ഉണ്ടായിട്ടേ ഇല്ല. ഇപ്പോൾ SIR, ബീഹാറിലെ SIR സഭയിൽ ചർച്ച ചെയ്യണം. എന്തുകൊണ്ട് ആധാർ ഒഴിവാക്കുന്നു, എന്തുകൊണ്ട് ഇലക്ഷൻ ID ഒഴിവാക്കുന്നു, എന്തുകൊണ്ട് റേഷൻ കാർഡ് ഒഴിവാക്കുന്നു അടക്കമുള്ള കാര്യങ്ങൾ, എന്തുകൊണ്ട് കൂട്ടത്തോടെ ആൾക്കാരെ വെട്ടിമാറ്റുന്നു തുടങ്ങിയ ചോദ്യങ്ങൾ ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുകയാണ്. സർക്കാർ പതിവ് പോലെ വഴങ്ങാനിടയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.